ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പഴനിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതാണ്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വീക്ക് ബാക്ക്, അതായത് പഴനി പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സാരി എടുക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. അതും കറക്റ്റ് തമിഴ് വൈബ് ഒരു സാരി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഗൈസ്, ഞാൻ മനസ്സിൽ വിചാരിച്ച കളർ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ സാരിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ മേടിച്ചു. പിന്നെ അതുകഴിഞ്ഞിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മെഹന്തി ഇടുന്നത് ശനിയാഴ്ച, അത് പോകുന്നതിൻ്റെ തലേ ദിവസത്തെ രാത്രി പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ മൈലേഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം എണീറ്റ് റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജേർണി തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി സ്ട്രെസ്സായി. കാര്യം മഴയത്ത് ട്രിപ്പ് നമ്മൾ പോകുന്ന അലമ്പാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥന കെടുക്കാൻ തോന്നുന്നു, മഴയൊക്കെ അങ്ങോട്ട് നിന്നു. പിന്നെ അങ്ങനെ ജേർണിയൊക്കെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുതിരൻ ടണലിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുതിരൻ ടണലൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി, ഒന്നൊരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചതിന് പിന്നെയും ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. അതും എനിക്ക് ഇഷ്ടമുള്ള കൊല്ലങ്കോട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ കൊല്ലങ്കോട് എത്തി. ഏതോ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല ഗൈസ്. ഒരു സ്പോട്ട് കണ്ടപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കണ്ട ഒരു ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് താമരക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കാണ് പോയത്. അപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് പിന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ദാഹിച്ചപ്പോഴേക്കും പെപ്സി പിന്നെ വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അതിന് പിന്നെയും നമ്മൾ വണ്ടി കയറിയിരുന്നു, യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ തമിഴ്നാട് എത്തി ഗൈസ്. തമിഴ്നാട് എത്തിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ല ഗൈസ്. ഭയങ്കര മരങ്ങളും എന്തോ ഒരു ഭയങ്കര പച്ചപ്പൊക്കെ കേട്ട് നല്ല രസമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മുമ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ ഹോട്ടലിൽ കയറി ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞിട്ട് പഴനി കയറാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴി മുല്ലപ്പൂ കണ്ടപ്പോഴേക്കും അത് കുറച്ച് മേടിച്ചു. അപ്പോൾ 2 വർഷം മുമ്പാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ അപ്പോഴേക്കും ഫോണിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്രാവശ്യം ഫോൺ അടിവാരത്ത് വെച്ചിട്ടാണ് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൺ അവിടെ ലോക്കർ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വല്ലാത്ത സങ്കടമായി പോയി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കയറി ഇറങ്ങി വന്നിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മസാല ദോശയാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ല് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ അരുൺ ഐസ്ക്രീം കണ്ടു. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞ എടുത്ത് മേടിച്ച് കഴിച്ചു. പിന്നെ അതുകഴിഞ്ഞിട്ട് ഈ ഒരു വ്യൂ കാണുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ ടെറസിൽ നിന്നാണ് ഗൈസ്. നല്ല ഭംഗിയിലേ കാണാൻ. അപ്പോൾ പിന്നെ അങ്ങനെ രാത്രിയായി, കയറി കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ 2ാമത്തെ ദിവസം, അതായത് തിങ്കളാഴ്ചയാണ് ഞാൻ സാരി ഉടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം സെക്കൻഡ് ഡേ നമുക്ക് നടന്ന് കയറണ്ട, പകരം ട്രെയിനിൽ കയറാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറുന്ന സ്ഥലത്തേക്ക് ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴേക്കും 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ അത്രയും സമയം എടുക്കുമെന്ന് അറിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്തായാലും നടന്ന് തന്നെ കയറാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ലേറ്റായി പോകും. അപ്പോൾ നടന്ന് കയറാമെന്ന് തീരുമാനിച്ചപ്പോഴേക്കും ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ എന്തായാലും മഞ്ഞില്ല. കാര്യം സാരി ഉടുത്തിട്ട് നടന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. പിന്നെ വെറുതെ മൊത്തത്തിൽ ലേറ്റ് ആവും. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം, റൂമിൽ പോയിരിക്കാം, നിങ്ങൾ കയറിയിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും അമ്മയും പറഞ്ഞു വന്നാൽ പിന്നെ ഞാനും എൻ്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് നമ്മൾ റൂമിലേക്കല്ല പോയത്, അടിവാരത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം അതിന് ചുറ്റിനും കോവിലുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ചിറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അപ്പോഴേക്കും നമ്മൾ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആൻറ്റി അങ്കിളൊക്കെ കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല ഗൈസ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴി എനിക്ക് മുടി വെട്ടണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നല്ല നീളത്തിൽ എൻ്റെ മുടി വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴനിയിൽ നിന്ന് വെട്ടിയിട്ട് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ വെട്ടാമെന്നായിരുന്നു മനസ്സിലെ പ്ലാൻ. അപ്പോൾ അങ്ങനെ മുടി കുറച്ച് വെട്ടി അവിടെ നിന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല പേരൊക്കെ കണ്ടു. അപ്പോൾ അമ്മയും ആൻറ്റിയൊക്കെ അത് കുറച്ച് മേടിച്ചു. പിന്നെ നമ്മൾ കാറിൽ കയറി യാത്ര തുടർന്നു. പിന്നെ അപ്പോഴേക്കും തന്നെ ഉച്ച ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു ഗൈസ്. സാധാരണ എനിക്ക് പുറത്തു പോയാൽ അങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഇതെന്തോ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കടയിൽ കയറിയപ്പോഴേക്കും അമ്മയും ആൻറ്റി അങ്കിളൊക്കെ കൂടി ഈ ഒരു സാധനം കുടിക്കുന്നത് കണ്ടു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് കാണാൻ വേണ്ടി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് പോലി സോഡാണ്. അപ്പോൾ അതിങ്ങനെ കുലുക്കി കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണം നമ്മുടെ കച്ച്, അതാണ് സംഭവം. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു അരുൺ ഐസ്ക്രീം കണ്ടപ്പോഴേക്കും അതും എടുത്ത് മേടിച്ചു.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ പൊള്ളാച്ചി എത്തിയപ്പോഴേക്കും ആലിയാർ ഡാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കയറി കണ്ടു. അപ്പോൾ കയറ്റം ഇച്ചിരി ടാസ്ക് ആയിരുന്നു ഗൈസ്. കുത്തനെയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി പൊക്കത്തെത്തിയപ്പോഴേക്കും ആകെ കത്തിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒടുക്കത്തെ വെയിൽ, പിന്നെ പറയണ്ടല്ലോ ഗൈസ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും യാത്ര തുടർന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് ചായ കുടിക്കാനൊക്കെ നിർത്തി. അതല്ലാണ്ട് പിന്നെ വേറെ എവിടെ നമ്മൾ കയറുന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമായിരുന്നു. പിന്നെ ഡിന്നർ ഒന്നും കഴിച്ചില്ല, എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി വീടൊക്കെ എത്തി. അപ്പോൾ ഈ ഒരു പഴനി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.